CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ, ഒന്ന് അങ്ങയുടെ നാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് കണ്ണൂരിലെ ഈ അധോലോക സ്വർണം പൊട്ടിക്കൽ കേന്ദ്രം. അപ്പോൾ ചെങ്കൊടിക്ക് താഴെ ഒരു അധോലോക സംസ്കാരം വളരരുത്, അതിനെ ചെറുക്കണം, അത് പാടില്ല എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു കാര്യം. അതിനോട് CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? അല്ല, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് എനിക്കറിയില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഒരു പൊട്ടിക്കലും ഒരു അധോലോക പ്രവർത്തനവും CPIMൻ്റെ ഭാഗമായിട്ട് ഒരാളും നടത്താൻ അനുവദിക്കില്ല, ഒരാളെയും ആ രീതിയിൽ പാർട്ടിയിൽ സംരക്ഷിക്കുന്നില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് മനസ്സിലാക്കിക്കൊണ്ടല്ല അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു മാത്രമേ ഉള്ളൂ. ഒരു പ്രത്യേക പാർട്ടി വേറൊരു പാർട്ടിയാണല്ലോ, അവർക്ക് അവരുടേതായ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അത്തരം ഒരു നിലപാടല്ല ഇപ്പോൾ ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അത്തരം ഒരു നിലപാടല്ല ബിനോയ് വിശ്വം ഇപ്പോൾ സ്വീകരിച്ചതെന്നാണോ? അതല്ലേ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്? അതായത് പിന്നെ SFIയുമായി ബന്ധപ്പെട്ടു അദ്ദേഹം ചില കാര്യങ്ങളുണ്ട്. അതിപ്പോൾ AISFുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ SFIയായിട്ട് പണ്ട് മുതലേ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും AISF എന്ന് പറയുന്നത് CPIയുടെ പോഷക സംഘടന പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ അധികം കാലമൊന്നും കാണുന്നില്ല. SFI ചരിത്രം പഠിക്കണം, അവരെ ചരിത്രം പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. SFI കേരളത്തിലെ നിരവധി ആളുകളെ ചരിത്രം പഠിപ്പിക്കുകയും SFIയുടെ നിരവധിയായ ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയൊക്കെ ചെയ്തിട്ടുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. അടിയന്തരാവസ്ഥ മുതൽ ഇങ്ങോട്ട് അതിനെല്ലാം നന്നായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൻ്റെ ഏതെങ്കിലും പദാനുപത, ഞാൻ നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ പദാടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മറുപടിയും പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പരിഹരിക്കും, ഞങ്ങൾ പരിഹരിക്കും. അപ്പോൾ ഈ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നാണോ? SFI ആയാലും ചങ്കുടിയല്ല, അങ്ങനെയല്ല കണക്കിലെടുക്കേണ്ടത്. ഇങ്ങനെയല്ല അത് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ചെയ്യണം. മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, നമ്മുടെ ഈ മനു തോമസ് ഉന്നയിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ, അത് ഈ കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് വെട്ടിക്കലുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷൻ റിപ്പോർട്ട്, അതിലെ നടപടികൾ ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച് മാഷിന് മനു തോമസിന് പരാതി തന്നിരുന്നല്ലോ. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് അന്വേഷിക്കുന്ന നിലപാടൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിയാൽ അത് പാർട്ടി ബന്ധപ്പെട്ട ഘടകങ്ങളിലേക്ക് അയച്ച് അവരാണ് പരിശോധിക്കുക. അവർ പരിശോധിച്ചിട്ടുണ്ട്, ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അല്ല, M സുരേന്ദ്രൻ കമ്മീഷൻ്റെ അതിന് ശേഷമുള്ള നടപടിയിൽ ഇല്ലാന്ന് കാണിച്ച് മാഷ് പരാതി തന്നത്. ഏത് നടപടിയായാലും, ഏത് സംഘടനാപരമായ പ്രശ്നമായാലും, ഏത് പരാതിയായാലും, പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി കിട്ടിയാൽ ആ പരാതി സംസ്ഥാന കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ പറയും. അതുമായി ബന്ധപ്പെട്ടൊരു പരാതിയല്ലേ, തർക്കമല്ലേ വന്നു. അപ്പോൾ അവിടെ നീതി കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ. എന്ത് നീതി കിട്ടേണ്ടത്? ഏതാ നീതി കിട്ടാതിരുന്നത്? നീതി കിട്ടാതിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുള്ളത് പാർട്ടിക്ക് ബോധ്യമാവണ്ടേ? അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇവിടെ ആയിരക്കണക്കിന് പരാതി ദിവസം വരുന്നുണ്ട്, 1, 2, 100 ഒന്നുമല്ല. ആ പരാതികളെല്ലാം ഞങ്ങൾ പരിശോധിക്കുന്നു. 1000-ലൊരുവനാണോ മനു തോമസ്? 1000-ലൊരുവനാണോ മനു തോമസ്? അല്ല, അങ്ങനെയുള്ള ആയിരക്കണക്കിന് പെറ്റീഷനുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഘടകങ്ങൾ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടാവും മാത്രമേ ഉള്ളൂ. പെറ്റീഷൻ്റെ എല്ലാം ഗൗരവം ഒരേപോലെ തന്നെയാണ്. അല്ല, പക്ഷേ ഈ അവിടെ മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പ്രവർത്തനമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വന്നു. അതിന് P. ജയരാജൻ ജില്ലാ സെക്രട്ടറിയെ മറികടന്നൊരു മറുപടി പറഞ്ഞതല്ല ഈ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കിയത്. അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ജില്ലാടിസ്ഥാനത്തിൽ വന്ന പ്രശ്നങ്ങളാണ്, നമുക്ക് നോക്കാം. അത് പരിശോധിക്കുന്നുണ്ടോ? അതെ, അത് അവിടെ പരിശോധിക്കേണ്ടതാണ്. അവർ പരിശോധിച്ചോളും. നിങ്ങൾ എന്തിനാ ബേജാറാകുന്നു? അല്ല, ഞങ്ങൾക്ക് ബേജാറല്ല, മാഷ് പരിശോധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ പരിശോധിക്കേണ്ട വിഷയമൊന്നുമില്ല. ഞങ്ങൾ പരിശോധിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഇതുപോലെ മാഷ് പരിശോധിക്കുമെന്ന് പറഞ്ഞ വിഷയമായിരുന്നു P. ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. ഗൗരവമായ പരിശോധന ഉണ്ടാകുമെന്ന് മാഷ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുശേഷം ഇതുവരെ ഒരു നടപടികളും അക്കാര്യത്തിൽ വന്നിട്ടില്ലല്ലോ. കാത്തിരിക്കാൻ ആയിട്ടില്ലല്ലോ. ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നില്ലല്ലോ. കാര്യങ്ങളൊക്കെ സംഘടനാപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പോകല്ലേ ഉള്ളൂ. നോക്കിയിട്ട് ചെയ്യാം നമുക്ക്.